ഹായ് ഫ്രണ്ട്സ്, നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതായത് ഈ വിസ തട്ടിപ്പെന്ന് പറയുന്ന സംഭവം കേരളത്തിലല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യാപകമായിട്ടുണ്ട് വിസ തട്ടിപ്പ്. ഈ വിസ തട്ടിപ്പെന്ന് പറഞ്ഞാൽ സംഭവം വിസ തരാം, അതായത് നിങ്ങളെ ഇന്ന രാജ്യത്തേക്ക് കൊണ്ടുപോകാം, അവിടെ ഇത്ര രൂപ ശമ്പളമൊക്കെ പറയും. അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത ശമ്പളമൊക്കെ ആയിരിക്കും, 5 ലക്ഷമൊക്കെ പറയും ചിലപ്പം. അപ്പം അതിന് നിങ്ങൾ 10 ലക്ഷം രൂപ മുടക്കണം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ 5 ലക്ഷം പെട്ടെന്ന് വീടാം. നമ്മളെ ഇത് ചെയ്യിക്കും, ബ്ലാക്ക്മെയിലല്ല, നമ്മളെ ഒരു ക്യാൻവാസ് ചെയ്യും. ക്യാൻവാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ സാലറി കിട്ടും. അതായത് നിങ്ങൾക്ക് ഇപ്പം 10 ലക്ഷം രൂപ കൊടുക്കുക, 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം, അതായത് ഏജൻറ്റിന് തരണം. ഏജൻറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ 5-6 ലക്ഷം രൂപ ശമ്പളം കിട്ടും. നിങ്ങളുടെ 2 മാസത്തെ ശമ്പളം നിങ്ങൾക്ക് കിട്ടും. ആ 2 മാസത്തെ ശമ്പളം വീടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം തീർന്നു. പിന്നെ നിങ്ങളുടെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പിന്നെ ചിലപ്പോൾ വിസ 5 വർഷത്തേനെന്നൊക്കെ പറയും. ഈ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ സമ്പാദിക്കാം, ലക്ഷങ്ങൾ. അപ്പം ഈ പാവം പിടിച്ച അല്ലെങ്കിൽ ദരിദ്രത്തിൽ കഴിയുന്ന അവനൊക്കെ എന്നോടൊപ്പം ചോദിച്ചാൽ വീടും സ്ഥലമൊക്കെ വിൽക്കും. വീട്, സ്ഥലമേ ഒക്കെ. എനിക്കറിയാവുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഒരു 1.5 ഏക്കറോളം സ്ഥലം കേരളത്തിൻ്റെ ഒരു മുന്തിയ സ്ഥലത്ത്, അതായത് ടൗൺ ഏരിയയിൽ, സ്ഥലം ഇടാന്ന് പറയുന്നില്ല, ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പുള്ളി അത് ഒരു പെട്ടെന്ന് വിൽക്കുന്നുള്ളതുകൊണ്ട് ഏജൻറ്റുമാരൊക്കെ ഒരു 60 ലക്ഷം രൂപ അത്ര എങ്ങാണ്ട് ഒരു എമൗണ്ട് ആണെന്ന് തോന്നുന്നു. 1.5 സെൻറ്റ് അല്ല, 1 ഏക്കറോളം സ്ഥലമുണ്ട്. 60 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. 60-70 രൂപയ്ക്ക് വിറ്റിട്ട് കുറച്ച് പൈസ ബാങ്കിൽ എങ്ങാണ്ട് ഇട്ടു. എന്നിട്ട് ഒരു ഏജൻസി പറഞ്ഞു, അതായത് ഇച്ചിരി പഠിപ്പുള്ളതാണ്, അതുകൊണ്ട് ഡിഗ്രി എങ്ങാണ്ടൊക്കെ കഴിഞ്ഞ. അപ്പം അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അമേരിക്കയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അവിടുത്തെ ശമ്പളം അനുസരിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഒരു 10-20 ലക്ഷം രൂപയുടെ അടുത്ത് മാസ ശമ്പളം കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് തരേണ്ടത് 40 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് ഇദ്ദേഹം സ്ഥലവും വിറ്റു. ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അദ്ദേഹം സ്ഥലം വിറ്റു, ഈ 60 ലക്ഷം രൂപ ബാങ്കിലിട്ടു. അതിനിടയ്ക്ക് ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ പിടിച്ചെന്ന് വെച്ചു. പിടിച്ചിട്ട് ഈ 40 ലക്ഷം രൂപ ഏജൻറ്റിന് കൈമാറി. ഏജൻറ്റ് 30 ദിവസം 90 ദിവസത്തിനുള്ളിൽ വിസ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ പേപ്പറും ഒക്കെ എല്ലാം കൊടുത്തു. വിശ്വസിക്കാവുന്ന ആളാണ്, ഓർക്കണം, അയാളുടെ സുഹൃത്താണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ 40 ലക്ഷം രൂപ കൊടുത്തിട്ട് 90 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 90 ദിവസം ഇയാൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 90 ദിവസം കഴിഞ്ഞപ്പം ഇയാളെ വിളിച്ചു. സുഹൃത്തേടാ, ഇതുവരെ ആയില്ലല്ലോ വിസ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇച്ചിരി ലേറ്റ് ഉണ്ട്, ഒരു 30 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ 30 ദിവസമായി. പിന്നെ 30 ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു, ഒരു 90 കൂടെ വെയിറ്റ് ചെയ്യും. അപ്പം 90 അപ്പം 6 മാസത്തത് അടുത്തായി. 6-7 മാസമായി. 7 മാസമായി കഴിഞ്ഞപ്പം പിന്നെയും ചെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇച്ചിരി തടസ്സമുണ്ട്, അതുകൊണ്ട് കാനഡയ്ക്ക് അയക്കാം. കാനഡയിൽ ഒരുപാട് ഇമിഗ്രേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരി, അമേരിക്കയ്ക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ കാനഡയ്ക്ക് പോയാൽ മതി. അപ്പം കാനഡയിൽ ഒരു പ്രത്യേകതയുണ്ട്, കാനഡയിൽ നിന്ന് അമേരിക്കയ്ക്ക് പെട്ടെന്ന് കുടിയേറാം. അപ്പം നിങ്ങൾക്ക് കാനഡയിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. പാവം പിടിച്ചു. ഇനി മണ്ടത്തരം എല്ലാം കേട്ട് അയാൾ പറയുന്നത് കേട്ട് പിന്നെ ഒരു 90 ദിവസം കൂടി ഇരുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 2 വർഷം, ഒരു വർഷം കഴിഞ്ഞപ്പം ഇയാളെ വിളിച്ച്, എനിക്ക് വിസ വരുന്നില്ല, നിങ്ങൾ എനിക്ക് തന്ന പൈസ തിരിച്ച് തരണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, തന്ന പൈസ ഞാൻ അമേരിക്കയിലുള്ള വലിയൊരു ഏജൻസിക്ക് അവർക്കെല്ലാം അവരുടെ വിസയുടെ കാര്യത്തിന് കൊടുത്തേക്കുവാണ്, അത് തിരിച്ച് കിട്ടാൻ പാടാണ്, നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും, നമുക്ക് വിസ റെഡിയാക്കി തരാമെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇയാളുടെ സ്ഥലവും പോയി, ഈ 40 ലക്ഷവും പോയി, എല്ലാം പോയിരിക്കുമായിരുന്നു. ഈ ഏജൻറ്റ് മലയാളിയാണ്. അവൻ ഈ 40 ലക്ഷവും കൊണ്ടുപോയി. 40 ലക്ഷം കൊണ്ട് കളിപ്പിച്ചുകൊണ്ട് പോയി. ആ പാവം പിടിച്ച പുള്ളിക്കാരൻ
വളരെ ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുക. അപ്പം ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പം ഈ 40 ലക്ഷം പോയി കുറേ ചോദിച്ചു പറഞ്ഞു എടുത്തും ഒക്കെ ചെയ്തിട്ടും തല്ലാനൊക്കെ ചെന്നിട്ടും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടും ഒക്കെ വേറൊരു രസമുണ്ട്. ഇതിന് തെളിവില്ല, 40 ലക്ഷം കൊടുത്തരും. 40 ലക്ഷം പക്ഷേ പൈസയായിട്ടെങ്ങാണ്ട് കൊണ്ട് കൊടുത്തതെന്ന് തോന്നുന്നു. തെളിവില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അയാൾ മുങ്ങുകയും ചെയ്തു. മുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അതേപ്പറ്റി ഒരു വിവരവും ഇല്ലാതെ 2 വർഷം. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് അയാളുടെ സുഹൃത്ത് ആരോടോട് പറഞ്ഞു, ഇതുപോലെ ഏതാണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പെട്ടെന്ന് പോകാൻ പറ്റും, ഒരു 4-5 ലക്ഷം രൂപ മുടക്കിയാൽ മതി. അപ്പോൾ ഇടയിൽ 60 ലക്ഷം വീട് വിറ്റതിൻ്റെയും ടാക്സൊക്കെ കണ്ട് 10 ലക്ഷം എങ്ങാണ്ട് പോയി. പിന്നെ ഒരു 10-12 ലക്ഷം രൂപയുടെ എങ്ങാണ്ട് കിടപ്പുണ്ട്. ഈ പാവം പിടിച്ച മനുഷ്യൻ പിന്നെയും പേപ്പറും ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടും ഒക്കെ എടുത്ത് പിന്നെ ഇത് പൈസ കൊണ്ട് ഏജൻറ്റിന് 4 ലക്ഷം രൂപ കൊടുത്തു. അതും ഇതുപോലെ തന്നെ 90 ദിവസങ്ങൾ പറ്റിച്ച് പാവം പിടിച്ച മനുഷ്യനിപ്പം കിടക്കാടവും ഇല്ല, പൈസയും ഇല്ലാതെ കേരളത്തിലെ ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ആളാണ്. പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ തട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇവരുടെയൊക്കെ മനസ്സ് ഉള്ളുരുകി അങ്ങ് പ്രാകുമോ? അല്ലാതെ തന്നെയല്ല, ഇത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ചെയ്യുമ്പം 1-2 രൂപ, പക്ഷേ ഒറ്റയടിക്ക് ഒരാൾക്ക് 40 ലക്ഷം രൂപ എന്നൊക്കെ കിട്ടുമ്പോൾ ഒരു ലക്ഷാധിപതിയാകും. പക്ഷേങ്കിൽ ഇങ്ങനെ പാവം പിടിച്ച മനുഷ്യരെയൊക്കെ പറ്റിച്ചുകൊണ്ട് പോകുമ്പോൾ വളരെ, നമുക്കത് കേട്ടപ്പം ആ വ്യക്തിയെ നേരിട്ടറിയാവുന്നതാണ്, ആ വ്യക്തിയോട് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ ആ വ്യക്തി എനിക്ക് തോന്നുന്നത് അതിന് മലയാളി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇത്രയും ചതി പറ്റുന്നത്. കാരണം മറ്റൊരു രാജ്യക്കാരോ മറ്റ് സംസ്ഥാനത്തിലുള്ളവരോ ഇങ്ങനെ ഒന്ന് പറ്റിയാൽ പിന്നെ പറ്റത്തില്ല. മലയാളിക്ക് 100 എത്ര സംഭവം ഉണ്ടായാലും പിന്നെയും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മലയാളിയുടെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന് എനിക്കിതാണെന്ന് തോന്നുന്നു.